2025 ആമ്പൽ ഫെസ്റ്റ് വളരെ നേരത്തെ തന്നെ ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ്. അത്ഭുതപൂർവമായ തിരക്കാണ് രാവിലെ മുതൽ ഇവിടെ അനുഭവപ്പെടുന്നത്. വലിയ വള്ളങ്ങൾക്ക് 1000 രൂപ നിരക്കിൽ നമുക്കിവിടുന്ന് യാത്ര ചെയ്യാം. ഒരാൾക്ക് വളരെ ദൂരം. ചെറിയ യാത്രകൾക്ക് 100 രൂപയാണ് ഇവർ ഈടാക്കുന്നത്. ഇതിനടുത്ത് ഭാഗത്തെ തിരക്കാണ്. രാവിലെ 6:30 തന്നെ ഇവിടെ എല്ലാം വണ്ടികൾ നിറഞ്ഞിരിക്കുകയാണ്. ഈ കടവിൻ്റെ അടുത്ത ശ്രീ ഗുരുദേവൻ്റെ ഒരു അമ്പലത്തിൻ്റെ അടുത്തായിട്ടാണ് ഈ കടവ്. ഇവിടെ ധാരാളം പൂക്കളുണ്ട് ഈ ഭാഗത്ത്. ഞങ്ങൾ ഏതായാലും ഈ ഭാഗത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ ആദ്യം തന്നെ കയറിയത് കൊണ്ട് ആ ഭാഗത്ത് പൂക്കൾ കുറവായിരുന്നു. അതിന് ഇൻസ്ട്രക്ഷൻസ് എല്ലാം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. വളരെ അധികം യാത്രക്കാരെ സുരക്ഷയോടുകൂടി ആണ് ഇവർ കാണുവാനായിട്ട് കൊണ്ടുപോകുന്നത്. ഇതാണ് ആ ഭാഗത്തെ ആ ഒരു കടവ്. ഇപ്പം നമ്മളുള്ളത് കൊച്ചുവൻ എന്ന ചേട്ടനാണ്. കൊച്ചുവൻ ഇവിടുത്തെ മലരിക്കലെ വള്ളത്തിൻ്റെ റേറ്റിനെ പറ്റി ഒന്ന് പറയാം. 200 ഇത് എവിടം വരെ പോകാൻ പറ്റും നമുക്ക്? ഇവിടെ എത്ര മണി വരെ ഉണ്ട് ചേട്ടാ? ഉച്ചയാകുമ്പോൾ ഒരു 11 മണി വരെ കൂമ്പി പോകും. ഉച്ചക്ക് വരുന്ന കാര്യം കേറത്തില്ല. അവര് കൂമ്പി പോകുന്ന കാണാൻ പറ്റത്തില്ല. പിന്നെ ബോട്ടിങ്ങിന് മാത്രം മുന്നേ പോകാം. ഇത് നമ്മുടെ യമഹ പിടിച്ച സാധാ വള്ളമാണോ? സാധാ വള്ളം. നമ്മുടെ സാധാ വള്ളം ഊന്നി പോകുന്ന വള്ളം. മറ്റേ വള്ളത്തിന് എത്രയാ ആണല്ലേ? അതിന് നല്ല റേറ്റ് ആയിരിക്കും അല്ലേ? ചേട്ടന്റെ പേരാ ചേട്ടോ? ഇന്ന് എനക്ക് നിൽക്കോ? ഒന്നും നാള് ഇവർക്ക് ടി വി കാണാം. ഒന്ന് പറഞ്ഞു തന്നെ പൊങ്ങിക്ക് നമ്മുടെ പേര് പറയാം. വള്ളത്തിന്റെ റേറ്റ് ഒക്കെ പറ. പേരെന്നാന്ന്? വള്ളം. ഫോട്ടോഷൂട്ടിനൊക്കെ ആയിട്ട് ധാരാളം ആൾക്കാർ ഇവിടെ എത്തുന്നുണ്ട്. ഞങ്ങൾ ആദ്യം കയറിയ കടവാണ് ഇപ്പോൾ കാണിക്കുന്നത്. പക്ഷെ അവിടെ ആമ്പൽ ആയി വരുന്നതേ ഉള്ളൂ. നമ്മുടെ അപ്പുറത്തെ കടവിലാണ് കൂടുതലും ആമ്പൽ ഉള്ളത്. നമ്മൾ കോട്ടയത്ത് നിന്ന് വരുമ്പോൾ ആദ്യം കാണുന്ന കടവിലാണ് ഞങ്ങൾ ആദ്യം കയറിയത്. എങ്കിലും അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം അവരും ഉപജീവനത്തിനായിട്ടാണല്ലോ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. എങ്കിലും അവിടെ ആമ്പലായി വരുന്നുണ്ട്. ആ ചേട്ടനെയാണ് ഞങ്ങൾ കണ്ടത്. എന്നാൽ അപ്പുറത്തെ ഭാഗത്ത് വളരെയധികം പൂക്കളുണ്ട്. അതുകൂടാതെ അപ്പുറം ഒരു അമ്പലം ഉണ്ടെന്നാണ് പറഞ്ഞത്. ഒരു ദേവിയുടെ അമ്പലം. ആ ഭാഗത്തൂടെ കുറച്ചുകൂടെ മുൻപോട്ട് പോയി നടന്നു പോകണം നമുക്ക്. അതുവഴി അങ്ങനെ സ്കൂട്ടർ മാത്രമേ പോവുള്ളൂ. അതുകൊണ്ട് വരുന്നവർ ഇതെല്ലാം ആദ്യം ഒന്ന് കണ്ടിട്ട് വേണം ഈ ഭാഗങ്ങളിലൊക്കെ ഒന്ന് കയറുവാനായിട്ട്. ഏതായാലും വളരെ നല്ലൊരു കാഴ്ചയാണ് നമുക്ക് കോട്ടയം സമ്മാനിക്കുന്നത്. വളരെ ഏതായാലും ഇവിടെ ആമ്പൽ ഇവർ വിൽക്കുന്നുണ്ട്. ഒരു കിട്ട ആമ്പലിന് 30 രൂപയാണ് ഇവർ ചാർജ് ചെയ്യുന്നത്. അതുകൂടാതെ ചെറിയ സ്നാക്സ് കിട്ടുന്ന കടകളുമുണ്ട്. ഇപ്രാവശ്യം നാളത്തെ അത്രയും പൂവില്ല. പൂവായി വരണം. എടുത്തെടുത്തു.